പത്തരമാറ്റിൻ്റെ കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനന്തപുരി തറവാട്ടിൽ നമ്മുടെ നവ്യയുടെ ക്രൂരതകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പഴയ കല്യാണം കഴിഞ്ഞ സമയത്തുണ്ടായിരുന്ന നവ്യയുടെ ആ ഒരു സ്വഭാവത്തിലേക്ക് നവ്യ മാറിയിട്ടുണ്ട്. അത് ജലജ മാറ്റിയെടുത്തതാണ്. അഭി പറഞ്ഞിട്ടാണ് ജലജ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ചേച്ചിയെയും അനിയത്തെയും തമ്മിൽ തെറ്റിക്കാനുള്ള ഒരു പുറപ്പാടിലായിരുന്നു ജലജ. അത് ഫലം കണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ നയന കിച്ചണിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് നവ്യ കിച്ചണിലോട്ട് വരുന്നത്. എന്നിട്ട് നയനയെ മൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. നവ്യയ്ക്ക് വേണ്ട സാധനങ്ങൾ നവ്യ ഉണ്ടാക്കാൻ പുറപ്പെടുന്ന സമയത്ത് നയന ചോദിക്കുന്നുണ്ട്, എന്താ ചേച്ചി, എന്താ വേണ്ടത്, എന്ത് വേണമെങ്കിലും പറഞ്ഞാൽ ഞാനത് എടുത്ത് തന്നോളാം എന്നൊക്കെ പറയുന്ന സമയത്ത്, നീ നിൻ്റെയും നിൻ്റെ അമ്മയുടെയും ഭർത്താവിൻ്റെയും കാര്യം നോക്കിയാൽ മതി, എൻ്റെ കാര്യം നോക്കണ്ട, എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നയന പറയുന്നുണ്ട്, എന്താ ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത്, ചേച്ചി എന്താ ഭക്ഷണം വേറെ ഉണ്ടാക്കാൻ പോവുകയാണോ? ഇവിടെ എല്ലാവർക്കും ഒന്നിച്ച് കഴിക്കാനുള്ള ഭക്ഷണം ഞാൻ വേണ്ട വിധത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ചേച്ചി അത് എടുത്ത് കഴിക്കുക എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് നയന, നീ എന്നോട് കൂടുതൽ സംസാരിക്കാനൊന്നും വരണ്ട, എൻ്റെ ഭർത്താവിനെ ജയിലിൽ അടച്ച ഒരു പ്രധാന കാരണക്കാരി നീയും കൂടെയാണ്, നീയും നന്ദുവും കൂടെ ചേർന്നിട്ടാണല്ലോ ഇങ്ങനെ ഒരു വിധി നീ എനിക്ക് ഉണ്ടാക്കി തന്നത്, അതുകൊണ്ട് നീ ഇനി ഒന്നും സംസാരിക്കാൻ വരണ്ട, എനിക്ക് വേണ്ടത് ഞാൻ എടുത്ത് കഴിക്കുകയും ഉണ്ടാക്കി കഴിക്കുകയും ചെയ്യാം, നീ നിൻ്റെ കാര്യം നോക്കിയാൽ മതി, പിന്നെ നീ നിൻ്റെ ഭർത്താവിനെ നന്നാക്കാൻ നോക്ക്, എൻ്റെ ഭർത്താവിൻ്റെ എന്തെങ്കിലും പ്രശ്നം പറഞ്ഞ് ഇനി വന്നാലുണ്ടല്ലോ ഇതായിരിക്കുമല്ലോ ഞാൻ മറുപടി പറയുക, ഏറ്റവും വലിയ തെറ്റ് ചെയ്തിട്ടുള്ള ആദർശിനെ സപ്പോർട്ട് ചെയ്യുകയാണ് എല്ലാവരും ചെയ്യുന്നത്, ഒരു പെണ്ണിനെ പഴിച്ച് പ്രസവിപ്പിക്കുക എന്ന് പറയുന്നതും അതുപോലെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഒരു കുഞ്ഞിനെ ജനിപ്പിക്കുക എന്ന് പറഞ്ഞതും ഏറ്റവും മോശപ്പെട്ട സ്വഭാവമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നയനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കിച്ചണിൽ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മുത്തശ്ശനും മുത്തശ്ശിയും അങ്ങോട്ടേക്ക് വരുന്നത്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ നവ്യ ഇവിടെ ഒരു ബഹളം, നിനക്ക് കുറച്ച് കൂടുതലുണ്ട്, എൻ്റെ ആദർശ് മോനെയും നയനമോളെയും പറഞ്ഞാലുണ്ടല്ലോ ഇനി നിന്നെ ഞാൻ വെറുതെ വെച്ചേക്കില്ല, നീ കാരണം അറിയാതെയും സത്യം അറിയാതെയുമാണ് ഇവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്, യഥാർത്ഥ പ്രതികൾ ഇവരല്ല, ആദർശ് മോനും മറ്റുള്ളവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്വയം ഏറ്റെടുത്തിരിക്കുകയാണ്, നാണം കെട്ടിട്ട് പോലും അവനൊന്നും പറയാത്തത് മറ്റുള്ളവരുടെ ജീവിതം തകരണ്ടെന്ന് കരുതിയിട്ടാണ്, നീ എന്നെ കൊണ്ടെല്ലാം തുറന്ന് പറയിപ്പിക്കും എല്ലടി എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശൻ നവ്യയുടെ മുഖത്ത് നല്ലൊരു അടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നിൻ്റെ നല്ലത് കരുതിയിട്ടാണ് ഞാൻ ഇതുവരെ ഒന്നും മിണ്ടാതിരുന്നതും ആദർശ് പോലും ഒന്നും തുറന്ന് പറയാതിരുന്നതും, തെറ്റ് ചെയ്തത് നിൻ്റെ ഭർത്താവാടി, നിൻ്റെ ഭർത്താവാണ് ഓരോ പെൺകുട്ടികളെയും വശീകരിച്ച് പിഴച്ച് ഓരോന്ന് പ്രസവിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത്, പല പെൺകുട്ടികളുമായിട്ട് അടുപ്പം ഉള്ള ഒരു ആളാണ് നിൻ്റെ അഭി എന്നുള്ള കാര്യം നിനക്കറിയാവുന്നതല്ലേ, പിന്നെ നീ നല്ലവനായിട്ടുള്ള ആദർശ് മോനെ ഇങ്ങനെ കുറ്റം പറയേണ്ട കാര്യമില്ലല്ലോ, ആദ്യം നിൻ്റെ ഭർത്താവിൻ്റെ നന്നായിട്ട് പോരെ നീ മറ്റുള്ളവരുടെ ഭർത്താവിനെ കുറ്റം പറയുന്നത്, നിൻ്റെ ഭർത്താവാണടി ചന്തുമോളുടെ അച്ഛൻ എന്നുള്ളത് തുറന്ന് പറയുകയാണ്, എന്നിട്ട് ഇത്രയും കാലം ഞാൻ നിൻ്റെ കാര്യം ആലോചിച്ചിട്ടായിരുന്നു തുറന്ന് പറയാതിരുന്നത്, പക്ഷേ നീ നയനയെയും ആദർശിനെയും എത്രയും കുറ്റപ്പെടുത്തിയിട്ടും അവർ നിന്നോട് ഒന്നും പറയാതിരുന്നത് നിന്നോട് അത്രയ്ക്കും ആത്മാർത്ഥതയും സ്നേഹവും ഉള്ളതുകൊണ്ടാണ്, പക്ഷെ നിനക്ക് ആ ഒരു ഇത് ഇല്ലല്ലോ, നീ അവസരം കിട്ടുമ്പോഴൊക്കെ അവരുടെ മേൽ കയറാനാണല്ലോ നോക്കുന്നത്, ഇത്രയും ചതിക്കുന്ന നിന്നെ വഞ്ചിക്കുന്ന നിന്നോട് അഭിനയിച്ച് നടക്കുന്ന സ്വന്തം ഭർത്താവിനെ തിരിച്ചും മനസ്സിലാക്കാനും തിരിച്ചറിയാനും നിനക്ക് സാധിച്ചിട്ടില്ലല്ലോ, ഇത്രയ്ക്കുള്ളൂ അല്ലേ നിൻ്റെ ബുദ്ധിയും ബുദ്ധി വികാസവും എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശൻ വേണ്ടോളം കണക്കിന് മറുപടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ നവ്യ ആകെ തകർന്നടിഞ്ഞിരിക്കുകയാണ്. എന്ത് ചെയ്യണം, എന്ത് പറയണം, വെറുതെ ആദർശേട്ടനെയും നയനെയും കുറ്റപ്പെടുത്തിയല്ലോ എന്നൊക്കെയുള്ള ചിന്തിച്ച് കുറ്റബോധത്തിൽ ഇങ്ങനെ ഒന്നും മിണ്ടാനാവാതെ കരഞ്ഞുകൊണ്ട് മുറിയിലോട്ട് ഓടിപ്പോവുകയാണ്.